ഞാൻ അറിഞ്ഞൊരു കാര്യം, അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ബാലാമണി എന്താ അറിഞ്ഞേ? പോയിരുന്നോ സാർ അന്ന് ജയിലിൽ ആരെങ്കിലും കാണാൻ വേണ്ടി? അവിടുത്തെ സൂപ്രണ്ടിനെ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ജയിലിലുണ്ട്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതാ ഇക്കാര്യം. പോയിരുന്നു. ബാലാമണി ഉദ്ദേശിച്ച ആളെ കാണാൻ വേണ്ടി തന്നെയാ. മറ്റു രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാൻ സാറിനെ കൂട്ടിയിട്ടില്ലായിരുന്നു. ആ പാവം സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്തിനാ സാർ വെറുതെ ശാപം വാങ്ങി വെക്കുന്നത്? ഞാനവരെ കാണാൻ പോയത് ഭീഷണിപ്പെടുത്താനല്ല, സഹായം ചോദിക്കാൻ വേണ്ടിയാ. അവരെ പോലൊരു പാവം സ്ത്രീയിൽ നിന്നും അഴകത്തമ്മയുടെ മകൻ എന്ത് സഹായമാ വേണ്ടത്? അത്ര ചെറുതല്ലാത്തൊരു സഹായം. എന്നെ അവരൊന്ന് അംഗീകരിക്കണം, അവരുടെ മകനായിട്ട്. സത്യമാ, ഇതിനു വേണ്ടി തന്നെ ഞാൻ പോയത്. പക്ഷേ ആ അമ്മയ്ക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്കെന്നെ സഹായിക്കാനേ കഴിയില്ല. എന്തിനായിരുന്നു സാർ ഇങ്ങനൊരു തീരുമാനം? ഇതാര് പറഞ്ഞിട്ടാ? എൻ്റെ ഏട്ടനും അനന്തൂനും മനസ്സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ ഇങ്ങനൊരു തീരുമാനം ഉപകരിച്ചേക്കെന്ന് എനിക്ക് തോന്നി. ഞാൻ പോയാലും അവര് ഇവിടെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ? കൂട്ടത്തിൽ ആര് പോയാലും അതൊരു വേദനയാണ്, തീരാത്ത വേദന. അങ്ങനെ ഇയാളുടെ ജീവിതം തുലച്ചിട്ട് എനിക്കോ വലിയേട്ടനോ ഈ വീട്ടിൽ കഴിയണ്ട. ഞങ്ങൾ ഉറങ്ങിക്കോളാം. ഞാൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ആ, നന്നായി. അതിനെന്തിനാ ഇനി വേറൊരു സമയം? നിങ്ങളും കൂടി കഴിക്കേ. എനിക്ക് അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. മിഴിച്ചിരിക്കാതെ കഴിക്കേ. കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. അളിയന്റെ മനസ്സ് ഇവിടെ അല്ലല്ലോ. എന്തോ തെളിയാ? എനിക്കൊരു കുഴപ്പമില്ല. നീയായിട്ട് നീ ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരുന്നാ മതി. ഇവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ പുറത്തു പോയി വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്രയ്ക്കങ്ങ് ആലോചിക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി മനസ്സമ്മതമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇതെന്തൊരു പാട്! ഇപ്പൊ കുറ്റം ഞങ്ങളുടെ ആയോ? കഷ്ടം. അതാരാന്ന് നോക്കടാ. അഴകത്തമ്മയാ. സുമംഗലാമേ, നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു. ആണോ? ആ, അതേതായാലും നന്നായി. 2-3 ദിവസത്തിനകം പണം എന്റെ കയ്യിൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സുമംഗലാമ്മ വിളിച്ചോളൂ. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വരാം. അവൻ ഉറങ്ങിയോ? അതോ അവിടെ ഇരുന്ന് കളിക്കുകയാണോ? ഏയ്, ഉറങ്ങിയിട്ടില്ല. ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ? വിരോധമില്ലെങ്കിൽ അതൊന്ന് സാധിച്ചു തരോ? ഓ, അതിനെന്താ, സുമംഗലാമ്മ പറഞ്ഞോളൂ. ഫോണിലൂടെ അവന്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കോ? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം. മോനെ, ചക്കര മോനെ, മുത്തശ്ശിയോട് സംസാരിക്കണ്ടേ? ദാ സംസാരിച്ചു. ആ ആ മോനെ, മോനെ, ആ ആ സംസാരിച്ചു. മോനൂട്ടാ. അയ്യോടാ. ഓ
കരയല്ലേ കരയല്ലേടാ. ഹലോ, കട്ടായോ? കട്ടായോ ചേച്ചി? ഹാ, കരച്ചിൽ വന്നപ്പോ അവര് തന്നെ കട്ട് ചെയ്താടാ. ചേച്ചി ആളൊരു പുലി തന്നെ കേട്ടാ. അപ്പൊ അഴകത്തുള്ളവർക്ക് ഈ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായോ? ഹ, പിന്നെ അതറിയാതെ ഞാൻ ഈ പണിക്കൊക്കെ ഇറങ്ങി തിരിക്കൂ? അവരിവനെ സ്നേഹിക്കട്ടെ. ഇവനോടുള്ള സ്നേഹം കൊണ്ട് അഴകത്തമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കട്ടെ. ഹ്, അപ്പോഴല്ലേ ഇവന്റെ വിലയും കൂടൂ. അല്ലട ചക്കരെ. അയ്യ. ദാ മോളെ, ഈ സമയത്ത് നീ കഴിക്കേണ്ട മരുന്നുകളാ ഇത്. ഏട്ടനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാ. ദാ പിടിക്കേ. എന്തിനാ നീ കരയുന്നത്? കരയത് പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ സ്ഥാനത്ത് അമ്മയുടെ സ്വന്തം മോളായിരുന്നെങ്കിലോ, പോട്ടെ ബാലാമണിയായിരുന്നെങ്കിലോ അമ്മ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നോ? അരവിന്ദേട്ടൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അമ്മ അതേക്കുറിച്ച് വല്ലതും ആലോചിക്കാറുണ്ടോ? മൈഥിലി, അവൻ ഈ വീട് വിട്ടു പോയപ്പോൾ എന്റെ മനസ്സ് അല്പം പോലും വേദനിച്ചിട്ടില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ വയറ്റിൽ ഇപ്പോ ജീവന്റെ ഒരു തുടിപ്പുണ്ട്. ഒരമ്മയുടെ മനസ്സ് എന്താണെന്നും എങ്ങനെയാണെന്നും ഈ സമയത്ത് നിനക്ക് മനസ്സിലാവില്ലേ മോളെ? മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നത് ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. ഈശ്വരനിൽ നിന്ന് ഒരമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും ആ വേർപിരിയിൽ തന്നെയാണ്. ഞാനൊരു പൊട്ടിയായതുകൊണ്ട് അമ്മ വലിയ തത്വമൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇത് ഈശ്വരൻ തന്ന ശിക്ഷയൊന്നും അല്ല, അമ്മ ചോദിച്ചു വാങ്ങിയ ശിക്ഷയാ. അമ്മ വിചാരിച്ച ഈ പ്രശ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരില്ലേ? അമ്മ ഒരു വാക്ക് പറഞ്ഞ അരവിന്ദേട്ടൻ ഇന്ന് തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇല്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. എങ്കി അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ. ഈ സമയത്ത് ഭർത്താവിന്റെ സ്നേഹവും സാമീപ്യവും വേണമെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഒരൊറ്റ ആളാ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അമ്മയ്ക്ക് അമ്മയോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവും ഇല്ല. നോക്കിക്കോ, ഞങ്ങൾ ഓരോരുത്തരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. മക്കളുടെ വില എന്താണെന്ന് അന്നേ അമ്മ പഠിക്കും. മൈഥിലി, ഒരമ്മയ്ക്ക് മറ്റൊരമ്മയെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ പിന്നെ അവരെ ആരും അമ്മ എന്ന് വിളിക്കില്ല. എന്റെ മുൻപിൽ ഇപ്പൊ നീയോ എന്റെ മക്കളോ ആരുമില്ല. ലീലാമ്മ എന്ന സ്ത്രീയും അവർക്ക് കൊടുത്ത വാക്കും മാത്രമേ ഉള്ളൂ. അത് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ അഴകത്തെ സുമംഗല ഇല്ല. മാഡം, എന്താ ഗ്രീഷ്മനോൻ? സുമംഗല മാഡം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തുപറ്റി? സുമംഗല മാഡം സൈൻ ചെയ്തൊരു ചെക്ക് ബാങ്കിൽ വന്നിട്ടുണ്ട്. അതിലെ എമൗണ്ട് കുറച്ച് കൂടുതലാ. എത്രയാ? 50 lakhs. 50 ലക്ഷം? അതെ, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. അതല്ല പ്രശ്നം. കുറേ കാലമായി സുമംഗല മാഡം ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കല്ലേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സംശയം വന്നത്. ഇനി ആ ചെക്കിൽ സൈൻ ചെയ്ത് മാഡം തന്നെ ആയിരിക്കുമോ? ഇതിൽ കവിത ഇൻവോൾവ് ആണോ എന്ന് ഗിരീഷ്മനോന് സംശയം ഉണ്ടല്ലേ? അതെ, ആ സംശയം മാഡത്തിനോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് വിഷമിക്കായിരുന്നു ഞാൻ. ഏതായാലും ഞാൻ ഇതേക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പോ ബാങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതിയോ? ക്യാഷ് ചെയ്യണ്ട, ചെക്ക് പെൻഡിങ്ങിൽ വെക്കാൻ പറയൂ. അതിനെന്തെങ്കിലും റീസൺ ബാങ്കുകാർ കണ്ടെത്തിക്കോളും. അതിനുള്ളിൽ ഈ 50 ലക്ഷത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഗിരീഷ് മേനോൻ തൽക്കാലം പൊയ്ക്കോളൂ. ശരി മാഡം.
പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ആർക്ക് കൊടുത്തു എന്നാ? കവിതേ, എന്റെ മുമ്പിൽ നീ വെറുതെ ഉരുണ്ട് കളിക്കരുതേ. അഴകത്തുകാര് തമ്മിൽ തല്ലുന്ന സമയം ഇങ്ങനെ ഉപയോഗിക്കാനാണ് നീ തീരുമാനിച്ചിരുന്നത് അല്ലേ? മനുഷ്യരായാലേ സാമാന്യ ബോധം വേണം. അമ്മയുടെ ചെക്ക് ലീഫിൽ ഞാൻ സൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് വിവരക്കേട് ഞാൻ കാണിക്കോ? നീ അതും അതിനപ്പുറവും ചെയ്യും. ഇതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ബാങ്കിൽ വിളിച്ച് ഞാൻ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അമ്മ അങ്ങനൊരു ചെക്ക് സൈൻ ചെയ്ത് ബാങ്കിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ ആ കാര്യം എന്നെ നേരത്തെ അറിയിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ചെക്ക് ലീഫ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് മര്യാദയ്ക്ക് നീ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ശരി, എങ്കിൽ നീ പോലീസിനെ വിളിക്ക്. സത്യം എന്താണെന്ന് അവര് വന്ന് കണ്ടെത്തട്ടെ. നിനക്ക് അത്ര വലിയ വാശിയാണെങ്കിൽ അതൊന്ന് തീർത്ത് തന്നിട്ടേ ഉള്ളൂ കാര്യം. അമ്മയാണ് ആ ചെക്ക് കൊടുത്തതെങ്കിൽ സിറ്റിയിലുള്ള ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് ആ ചെക്ക് കൊടുക്കുകയുള്ളായിരുന്നു. ഇത്രയും ദൂരെയുള്ളൊരു ബാങ്കിൽ ചെക്ക് കളക്ഷന് കൊടുത്തതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു. എനിക്കൊരു സത്യവും പറയാനില്ല. നീ പോലീസിനെ വിളിക്കുന്നല്ലേ പറഞ്ഞത്? വിളിക്ക്. അവര് വന്നിട്ടെ എന്താന്ന് വെച്ചാൽ തെളിയിക്കട്ടെ. ആ, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. വേണ്ട, ആരും എങ്ങോട്ടും വിളിക്കണ്ട. അമ്മേ, ദേ ഇവള് പറയുന്നത്. നീ വെറുതെ കവിതയെ സംശയിക്കുക. ഞാൻ തന്നെയാണ് ചെക്ക് സൈൻ ചെയ്തത്. അമ്മേ, ഒരു തവണ നിനക്കൊരു അബദ്ധം പറ്റി, അത് തന്നെ നീ വീണ്ടും ചെയ്തുള്ളടാ നശിച്ചവനെ. ചേച്ചി, ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് സമാധാനമായിട്ട് കേക്ക്. കഴിഞ്ഞ തവണ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്റെ അബദ്ധം കൊണ്ട് തന്നെയാ. പക്ഷെ ഈ തവണ അങ്ങനെയല്ല. നീ അല്ലാതെ പിന്നെ ആരാടാ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത്? ശ്ശോ, എന്റെ ദൈവമേ, ഞാൻ ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്റെ അളിയ കൊച്ചിനെ എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് സത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. 3 നേരവും വെട്ടി വിഴുങ്ങാൻ നിനക്ക് ഒരു ഓർമ്മക്കുറവുമില്ല. ആവശ്യമുള്ളപ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണ്ട് പോകാനും നിനക്കൊരു ഓർമ്മക്കുറവുമില്ല. കൊച്ചിനെ എപ്പം നിന്റെ കൈ തന്നു വിട്ടാലും അതിനെ കളഞ്ഞിട്ട് വരും. എന്നാലും ആ കൊച്ച് എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോയി? അതൊന്നും എനിക്കറിയണ്ട. 50 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നേ. ആ പൈസ എന്റെ കയ്യിൽ നിന്ന് പോയാ പിന്നെ രുക്മിണിക്ക് മേലും കീഴും നോക്കാനില്ല. അതുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാ പോയി കൊച്ചിനെ നോക്കി കണ്ടുപിടിച്ചോണ്ട് വാ. ഇനി അതിനെ അന്വേഷിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ കൊച്ച് നമ്മുടെ കൈവിട്ടു പോയി. കൊച്ചിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടും നിങ്ങൾക്കതിൽ യാതൊരു സങ്കടവും ഇല്ലാന്ന് തോന്നുന്നല്ലോ. ആ, നിങ്ങൾ അതിനെ നിലത്ത് വെക്കാതെ കൊണ്ട് നടന്നതല്ലേ? എനിക്ക് സങ്കടം ഉണ്ടല്ലോ. ആ, എന്നാലും കഴിഞ്ഞ അവിടത്തെ അത്രയില്ല അല്ലേ അളിയാ? ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? ഒരു കണക്കിന് ആ കൊച്ച് ഇവിടുന്ന് പോയത് തന്നെ നന്നായി. അതെന്താ അളിയാ? നിങ്ങൾ ആരെങ്കിലും അതിനെ സ്നേഹിക്കുന്നുണ്ടോ? അതിൻ്റെ പേരും പറഞ്ഞ് അഴകത്തുകാരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുക്കണം എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശവും നിങ്ങൾക്ക് രണ്ടാക്കും ഇല്ലല്ലോ. അതൊക്കെ കണ്ട് എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും അതൊന്നും എനിക്ക് കാണണ്ടല്ലോ. ഓ, ഈ മണകൊടാഞ്ചിന്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരിക. ദേ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാതെ അകത്ത് കയറി പോ മനുഷ്യ. എടി, നീ എന്നോട് കലി തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. 50 ലക്ഷം രൂപ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനല്ല. ദേ, നിന്റെ ഈ പുന്നാര അനിയനാ. ഞാനാ? ആ, അളിയാ? അതെ. അളിയാ, പോവില്ല. പോടാരണേ. ചേച്ചി, ചേച്ചി എന്നെ ഇങ്ങനെ കടിച്ചു കയറാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത് നീ പറയടാ. ആ കൊച്ചിനെ എങ്ങനെയും കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഞങ്ങൾ എല്ലായിടത്തും നോക്കി ചേച്ചി. ഇനി അതിനെ കിട്ടാൻ ഭയങ്കര പാടാ. അപ്പൊ എന്റെ 50 ലക്ഷം രൂപയും പോയോ? ഓ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. എന്റെ ഈശ്വര, എന്റെ കാശ് പോയേ. ഞാനിനി എന്ത് ചെയ്യും? ഓ, 1 2 അല്ല 50 ലക്ഷം രൂപയാ. എന്റെ മുത്തപ്പ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്റെ ചേച്ചി, ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. സാമുദ്രോഹി, എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ഉപദേശിക്കുന്നു. ചേച്ചി, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഇനിയിപ്പൊ എന്ത് പരിഹാരമാടാ നാശം പിടിച്ചവനെ ഉള്ളത്? ഉണ്ടെന്നേ, പരിഹാരമുണ്ട്. എന്ത് പരിഹാരം?
ബാലാമണിയുടെ കുഞ്ഞേതാണെന്ന് അഭിരാമി ഡോക്ടർക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞൂടല്ലോ. എന്ന് വച്ചാ അബിക്കിപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ? എന്ത് വ്യത്യാസം വരാനാ? അതേ കിടപ്പ് തന്നെ. അവളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ ഓർത്ത് എൻ്റെ മോൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അച്ഛൻ വിഷമിക്കരുത്. ഈ സ്റ്റേജിലേക്ക് പോയ പല പേഷ്യൻസും റിക്കവർ ആയിട്ടുണ്ട്. അബിയുടെ കാര്യത്തിലും അത്തരമൊരു മിറാക്കിൾ സംഭവിക്കും. ഞാൻ അബിയൊന്ന് കണ്ടിട്ട് വരാം. ആനന്ദേ, താൻ ഇനി അഭിരാമിയെ കാണാൻ വരരുത്. അത് ശരിയല്ല. എൻ്റെ മോളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നവർക്ക് എന്തിനാ നമ്മളായിട്ട് അതിനുള്ള അവസരം കൊടുക്കുന്നത്? വരരുതെന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വരില്ല. ഒരിക്കലും അഭിരാമിയെ കാണില്ല. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അഭിരാമിയെ കുറ്റപ്പെടുത്തുന്നവർ അവരുടെ അഭിപ്രായം മാറ്റുമോ? ഇല്ല അച്ഛാ, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കുറേ കാലം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. പൊരുത്തക്കേടുകളും ഈഗോയും ഞങ്ങളെ രണ്ടു വഴിക്കാക്കി. പിന്നീട് എപ്പോഴോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. എന്തും പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ. പഴയ ഭാര്യയോടുള്ള ബന്ധം പുതുക്കാനല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അതിലെന്ത് തെറ്റാച്ചുള്ളത്? ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിക്കൂടെ? അതൊരു വലിയ തെറ്റാന്ന് തന്നെയാണോ അച്ഛനും തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനിവിടുന്ന് പൊക്കോളാം. ആനന്ദേ, താൻ എങ്ങോട്ടും പോകുന്നില്ല. താൻ പറഞ്ഞതാടോ ശരി. സൗഹൃദത്തിന് യാതൊരു അതിർവരമ്പും ഇല്ല. അത് മനസ്സിലാക്കാത്തവരോട് പോയി പണി നോക്കാൻ പറ. അതല്ലേ അതിൻ്റെ ശരി. താൻ വാ. നീ എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് അഭിരാമി ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാ. എടാ, നിനക്ക് യാതൊരു നാണവും മാനവും ഇല്ലേ? നമ്മളെ രണ്ടുപേരെ എത്രമാത്രം അപമാനിച്ചിട്ടാ അവളുടെ അച്ഛൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോയത്. എന്നിട്ട് എല്ലാം മറന്ന് നീ അങ്ങോട്ട് പോകാൻ പോവാ? നീ ഇങ്ങനൊരു പോഴനായി പോയല്ലോടാ. അഭിരാമിയുടെ അച്ഛൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാ ഞാൻ കള്ളത്തരം കാണിച്ചു എന്നോ? അതെ, അത് തന്നെയാ സംഭവിച്ചത്. നിനക്ക് കിട്ടിയ അവസരം നീ നന്നായിട്ട് മുതലെടുത്തു. അയ്യോ അല്ല, അതൊക്കെ കള്ളവാ. അയാള് സഹദേവേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. നീ അഭിരാമിക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുത്തിട്ടില്ല. പച്ചവെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. നിനക്ക് കിട്ടിയ അവസരം നീ നിന്റെ പ്രതികാരം തീർക്കാൻ ഉപയോഗിച്ചു. എന്നെ പോലും വിശ്വസിപ്പിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തന്നേ പറ്റൂ. ഇതോടെ നിനക്കുള്ള ശിക്ഷ കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഇതൊരു തുടക്കമാ. അഭിരാമിയെ ഈ വീട്ടിലിട്ട് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് തിരിച്ച് നിനക്കിട്ട് ഞാൻ പണിതരും. അല്ലെങ്കിൽ നീ കണ്ടോ, ഡാ, നിന്റെ ഈ ചേച്ചിയുണ്ടല്ലോ, ഇവള് ജനിച്ചതേ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാ. ഇവളുടെ വാക്ക് വിശ്വസിച്ച് പോയതുകൊണ്ടാ നിന്റെ ഭാര്യ ഈ വീട്ടിൽ വെച്ച് അനുഭവിച്ച കഷ്ടപ്പാടൊന്നും നീ കാണാതെ പോയത്. നീ പോയ ആ അച്ഛൻ്റെയും മകളുടെയും കാല് പിടിച്ച് മാപ്പ് പറ. അല്ലെങ്കിൽ അവരുടെ ശാപം നിന്നെ ദഹിപ്പിച്ചു കളയും. അമ്മയ്ക്കിപ്പോ 50 ലക്ഷം രൂപയുടെ ആവശ്യം എന്താ? അതെന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം? പക്ഷേ 50 ലക്ഷം രൂപയുടെ ചെക്ക് അമ്മയുടെ സൈനോടുകൂടി ബാങ്കിൽ പോയി എന്നുള്ള കാര്യം സത്യം.
എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണമാണല്ലോ മനസ്സിലാവാത്തത്. ചെലപ്പോ ഇനി ഏയ് അല്ല, ഒരിക്കലും അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. എന്റെ ഏട്ടത്തിയുടെ സംശയം എന്താണെങ്കിലും പറ. അല്ല, ചെലപ്പോ ഇനി ലീലാമ്മയ്ക്ക് കൊടുക്കാനാണെങ്കിലോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ലീലാമ്മയെ കാണാൻ വേണ്ടി ജയിലിൽ പോകാറുണ്ട്. അങ്ങനെ അവരെ കാണാൻ പോയ എപ്പോഴെങ്കിലും അവരമ്മയോട് ഇത്രയും തുക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സംഭവിക്കാം അല്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും അമ്മ ഈ കാര്യം ബാലാമണിയോട് പോലും പറയാതിരുന്നത്. അപ്പൊ ഈ 50 ലക്ഷം രൂപ അമ്മ ലീലാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ എടുത്തതാ. അല്ല, നിനക്കെന്താ ഇനിയൊരു സംശയം?